വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. രാജാക്കാട് സ്വദേശി തയ്യൽ ജോണിക്കാണ് പരിക്കേറ്റത്. രാവിലെ കൃഷിയിടത്തിലേക്ക് പോകും വഴി ജോണി സഞ്ചരിച്ചിരുന്ന ബൈക്കിന് നേരെ ചക്കക്കൊമ്പൻ പാഞ്ഞെടുക്കുകയായിരുന്നു. 80 ഏക്കറിന് സമീപം വച്ചാണ് ആക്രമണം. അടുത്തെത്തിയപ്പോഴാണ് ജോണി ആനയെ കണ്ടത്. വാഹനത്തിൽ നിന്നും മറിഞ്ഞു വീണ ജോണി സമീപത്തെ കലിങ്കിൽ നിന്നും താഴേക്ക് പതിച്ചതിനാൽ കൊമ്പന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടു. പിന്നീട് നാട്ടുകാരും വനം വകുപ്പും ചേർന്ന് ആനയെ ഇവിടെ നിന്നും തുരത്തി. ജോണി രാജാക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവിടെ നമ്മുടെ രായക്കാട് താമസിക്കുന്ന ഒരു ചേട്ടനാണ് ഈ അപകടം സംഭവിച്ചത്. അദ്ദേഹത്തിന് സിംഗടത്തിൽ സ്ഥലമുണ്ട്. അങ്ങോട്ട് പണിയാൻ വരുന്ന വഴിക്ക് ഒരു 8:30 മണിയോടുകൂടി ബിയർഡാവിനടുത്ത് വെച്ച് ഇട്ടിത്തേരിയുടെ ആ ഭാഗത്ത് വെച്ചാണ് ആന കൂട്ടിമുട്ടി പോകുമായിരുന്നു. അപ്പോൾ പുള്ളിയുടെ വണ്ടിക്കിട്ട് വന്ന ആന ഇങ്ങനെ അടിക്കുമ്പോൾ പുള്ളി ഒരു കുഴിക്കകത്തേക്ക് മറിഞ്ഞ് വീണ് അവിടുന്ന് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. അവസാനം പുള്ളി അവിടെ നിന്ന് ഓടി ഡാമിൽ ചാടി അടുത്തുള്ളൊരു വണ്ടിയെ കയറ്റി അങ്ങനെ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയതാണ്. അരിക്കൊമ്പനൊപ്പം ചക്കക്കൊമ്പനും മുറിവാലനും പകൽ സമയത്ത് പോലും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നത് മൂലം നാട്ടുകാർ വലിയ ആശങ്കയിലാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങളിൽ കൃഷിയെ പുനരാരംഭിക്കാനാകാതെ കർഷകർ. കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യാനും നടപടിയില്ല. മാസങ്ങൾക്കിടെ ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലായി കാട്ടാനകൾ നശിപ്പിച്ചത്. ഒറ്റയാന്മാരെ കൂടാതെ കാട്ടാന കൂട്ടങ്ങളും പതിവായി ജനവാസ മേഖലയിൽ തമ്പടിക്കുകയാണ്. ഏക്കർ കണക്കിന് കൃഷിഭൂമി ആനകൾ നശിപ്പിക്കും. ഏറ്റവുമധികം നഷ്ടം നേരിടുന്നത് ഏലം കർഷകരാണ്. കാട്ടാന ചവിട്ടി മെതിച്ച കൃഷിയിടങ്ങളിൽ പുതിയ തൈ നട്ട് കൃഷി പുനരാരംഭിക്കണം. എന്നാൽ സർക്കാർ സഹായം ലഭ്യമാകാതെ ഇതിന് സാധിക്കില്ല. ഞങ്ങളുടെ കാട് ആന വന്ന് ഒത്തിരി നശിപ്പിച്ച് കളഞ്ഞു. ചെടിയെല്ലാം ചവിട്ടി പറിച്ച് അടിച്ചു പറിച്ച് 2-3 ഏക്കർ സ്ഥലത്തോളം കളഞ്ഞു, നാശാക്കി കളഞ്ഞു. ഞങ്ങൾ കൂലിപ്പണി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഞങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു സഹായം ഗവൺമെന്റിന്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് തരണം. വിലത്തകർച്ചയ്ക്കും കാലാവസ്ഥാ വ്യതിയാനത്തിനുമൊപ്പമാണ് കാട്ടാന ആക്രമണവും കർഷകരെ പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. കാട്ടാനയാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ നഷ്ടപരിഹാര വിതരണം സമയബന്ധിതമായി നടത്തുമെന്ന് വനം മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതും വാഗ്ദാനത്തിലൊതുങ്ങി. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് വടക്കഞ്ചേരി ആയക്കാട് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ മറിഞ്ഞ് ഒരാൾ മരിച്ചു. ആയക്കാട് സ്കൂളിന് സമീപത്ത് രാത്രി 9:30 അപകടം. പന്നിയിടിച്ചതോടെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഓട്ടോ ഡ്രൈവറായ അബ്ദുൽ ഹക്കീമാണ് മരിച്ചത്. ഓട്ടോയിൽ യാത്ര ചെയ്യുകയായിരുന്ന കൊല്ലങ്കോട് സ്വദേശിനി വാസന്തിയുടെ സഹോദരൻ ഹരിദാസിന്റെ മക്കളായ 15 വയസ്സുകാരൻ ആദർശ് രാജ്, 10 വയസ്സുകാരൻ ആദിദേവ് എന്നിവർക്ക് പരിക്കേറ്റു. നിലമ്പൂർ 3000 വനമേഖലയിലെ അങ്കപ്പാറ, ചേലക്കലോടി ഭാഗങ്ങളിൽ കാട്ടുതീ പടരുന്നു. ഹെക്ടർ കണക്കിന് വനമേഖല തീയിൽ കത്തിയമർന്നു. എടവണ്ണ റേഞ്ചിലെ 3000 വനമേഖലയിൽ കാട്ടുതീ മൂലം ഹെക്ടർ കണക്കിന് പ്രദേശം കത്തിനശിച്ചു. പുൽമേടുകളും മരങ്ങളും അടിക്കാടുകളും കത്തിക്കരിഞ്ഞു. എടവണ്ണ റേഞ്ചിൽ എടക്കോട് വനം സ്റ്റേഷനിലെ പെരുവമ്പാടം OPയുടെ പരിധിയിൽ വരുന്ന വനമേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. വേനൽ മുന്നിൽ കണ്ട് വനസംരക്ഷണത്തിന് മുൻകരുതൽ സ്വീകരിക്കാതിരുന്നതാണ് വ്യാപകമായി വനസമ്പത്ത് കത്തിനശിക്കാൻ കാരണമെന്ന് ആക്ഷേപമുണ്ട്. കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശങ്ങളിൽ കോഴിയങ്കവും ചൂതാട്ടവും വ്യാപകമാകുന്നു. കോഴിപ്പോര് കേന്ദ്രത്തിൽ മഞ്ചേശ്വരം പോലീസ് നടത്തിയ പരിശോധനയിൽ 7 പേർ അറസ്റ്റിലായി. പോർക്കളത്തിൽ നിന്ന് 17 പോരുകോഴികളെയാണ് പിടികൂടിയത്. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന കാസർഗോട്ടെ ഗ്രാമങ്ങളിലാണ് കോഴിപ്പോര് വ്യാപകമാകുന്നത്. ക്ഷേത്രോത്സവങ്ങളുടെ മറവിലാണ് കോഴിപ്പോര് ചൂതാട്ടം ഏറെയും നടക്കുന്നത്. നിരോധിച്ച കോഴിയങ്കം നടത്തിയതിന്റെ പേരിൽ അതിർത്തി മേഖലയായ മൂടമ്പയൽ, പടത്തൂർ, പാടങ്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ വയലിൽ മഞ്ചേശ്വരം പോലീസ് നടത്തിയ പരിശോധനയിൽ 17 പോരുകോഴികളെയാണ് പിടിച്ചെടുത്തത്. കാസർഗോഡ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുറ്റത്തെത്തിച്ച പോരുകോഴികളെ വലിയ തുകയ്ക്കാണ് ലേലം ചെയ്തത്. കോഴിപ്പോര് കേസുകൾ അടിക്കടി ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്രയേറെ പോരാളികൾ ഒന്നിച്ച് കോടതി വളപ്പിലെത്തുന്നത് ഇതാദ്യമാണ്. ലേലത്തിന് വെച്ച കോഴികളിൽ ഒരെണ്ണത്തിന് മാത്രം കിട്ടിയത് 3640 രൂപ. ഏറ്റവും കുറഞ്ഞത് 750. എല്ലാം കൂടി 31,930 രൂപ സർക്കാർ ഖജനാവിലെത്തി. ഇതിനൊപ്പം പോരിനൊരുക്കിയ വേദിയിൽ നിന്നും കോഴികൾക്കൊപ്പം 26,550 രൂപയും പോലീസ് പിടിച്ചെടുത്തു. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ സ്ഥലത്തുണ്ടായിരുന്ന 7 പേരെ അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്.
വേനൽ കടുത്തതോടെ കടുത്ത കുടിവെള്ളക്ഷാമമാണ് ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി ജനത നേരിടുന്നത്. കാട്ടാന ആക്രമണ ഭീതിയെ അവഗണിച്ച് ആനിയിറങ്കൽ ജലാശയത്തിന് സമീപത്ത് നിന്നാണ് 301 കോളനി നിവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. മേഖലയിൽ കുടിവെള്ള വിതരണത്തിനായി 2017 നിർമ്മാണം ആരംഭിച്ച പദ്ധതി ഇതുവരെയും പ്രവർത്തനക്ഷമമായിട്ടില്ല. 301 കോളനിയിൽ കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു 2002 ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തിയത്. എന്നാൽ 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് കുടിവെള്ള വിതരണത്തിനായി പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി പദ്ധതി 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് വാഗ്ദാനം നൽകി മടങ്ങി. പക്ഷേ നടപടിയുണ്ടായില്ല. ആനിയിറങ്കൽ ജലാശയമാണ് നിലവിൽ കോളനി നിവാസികളുടെ ആശ്രയം. ഇതാ ഞങ്ങളുടെ അവസ്ഥ. കുടിവെള്ളമില്ലാതെ ഡാമിന്റെ സൈഡ് കുളം കുത്തി അതിനകത്ത് ഞങ്ങൾ വെള്ളം ചുമന്നുകൊണ്ട് വരുക. എനിക്ക് ചുമക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ചുമന്നുകൊണ്ട് വരുക. പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുന്നത്. അപ്പം എൻ്റെ അവസ്ഥ ഇതാ. കുടിവെള്ളമില്ല, ഇപ്പോൾ കാനയുടെ പ്രശ്നം ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാ. കുടിവെള്ളത്തിനൊപ്പം റോഡടക്കമുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും എങ്ങുമെത്തിയിട്ടില്ല. ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ പ്രാവശ്യം അവരിവിടെ വന്ന് നോക്കുന്നല്ലാതെ ഇതുവരെ കുടിവെള്ളത്തിന്റെ ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. ഇനി കുടിവെള്ളത്തിന് പോകണമെങ്കിൽ ഡാമിൽ പോകണം. ആനയാണ് എല്ലാവരും ഡാമിൽ പോയാണ് വെള്ളം എടുക്കുന്നത്. ആ ആനശല്യം കാരണം വെള്ളം എടുക്കാൻ പോലും പോകാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്. മാസങ്ങളായി ആനയിറങ്കൽ അടക്കമുള്ള മേഖലകളിൽ പകൽ സമയത്തും കാട്ടാനകളുടെ ആക്രമണം പതിവാണ്. ആനഭീതിയുണ്ടെങ്കിലും കുടിവെള്ളം ലഭിക്കാൻ മറ്റു മാർഗമില്ലാത്തതിനാൽ ജലാശയത്തെ തന്നെ ആശ്രയിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 ഇടുക്കി. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ കുമരനെല്ലൂർ ദേശത്തിന്റെ നിറമാലയും ചുറ്റുവിളക്കും നടന്നു. പൂരം പ്രൗഢഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവച്ചാണ് ചടങ്ങുകൾ നടന്നത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീ നന്ദയുടെ തായമ്പക, ദിനേശ് വെള്ളിത്തിരുത്തിയും സംഘവും അവതരിപ്പിച്ച മേളം, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ എന്നിവയും അരങ്ങേറി. തുടർന്ന് കോമരം പള്ളിയത്ത് മാധവൻ നായർ പൂരക്കമ്മിറ്റി ഭാരവാഹികൾക്ക് കൽപ്പന നൽകി. ഭക്തജനങ്ങൾക്ക് പായസ വിതരണവും നടത്തി. പൊതുവെ പുരുഷ കേന്ദ്രീകൃതമായ തൊഴിൽ മേഖലയിൽ വിജയം നേടിയ അംബികയെക്കുറിച്ചറിയാം. പുനലൂർ സ്വദേശിനി അംബിക 60ാം വയസ്സിലും തടിമില്ലിൽ ഉശിരോടെ ജോലി ചെയ്യുകയാണ്. അറുക്കവാളിനും തടികൾക്കുമിടയിലേക്ക് അംബിക എത്തിയിട്ട് 22 വർഷമാകുന്നു. ഭർത്താവിന് രോഗം വന്ന് ആകെ ബുദ്ധിമുട്ടിയ സമയത്താണ് അംബിക ഈ ജോലി തെരഞ്ഞെടുക്കുന്നത്. കൊല്ലം വിളക്കുവെട്ടം സ്വദേശിനിയാണ് അംബിക. ഈ മേഖലയിൽ വരണമെന്നുണ്ടെങ്കിൽ അത്തിരി മനസ്സിന് സമാധാനവും കട്ടിയും അതുപോലെ സമാധാനം ഉണ്ടെങ്കിലേ വരാം ഈ മേഖല നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ അതെല്ലാവർക്കും ഒന്നും വലിയ പാടായിരിക്കും. എനിക്ക് അന്ന് ധൈര്യം തന്നെ എൻ്റെ വലിയച്ഛനായിരുന്നു. പാള് പിടിക്കാനായാലും വാള് എന്തോ ആ മിഷൻ്റെ എല്ലാ പണികളും, വാളിട്ട ആ മുമ്പോട്ടെടുക്കാനായാലും ആ മിഷൻ്റെ എല്ലാ പണികളും ഉണ്ട്. ആ മിഷന് ചുമ്മാ അത് ഓടുമല്ല, വാളിടണമെങ്കിൽ ആ വാളിൻ്റെ അനുസരിച്ച് മുറുക്കി മില്ലിൻ്റെ എല്ലാ പണികളും പഠിപ്പിക്കാൻ എനിക്കൊരാളുണ്ടായെന്ന് എൻ്റെ വലിയച്ഛൻ എനിക്ക് പറഞ്ഞു തന്നതുകൊണ്ട്. ജോലിക്കിടയിൽ പലപ്പോഴും അപകടം പറ്റിയിട്ടുണ്ട്. പക്ഷേ കുടുംബത്തിന് കരുത്തായി മാറാൻ കഴിഞ്ഞതിൽ സന്തോഷമാണെന്ന് അംബിക പറയുന്നു. പുനലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ തടിമില്ലിലാണ് അംബിക ജോലി ചെയ്യുന്നത്. പുരുഷന്മാർ കൈകാര്യം ചെയ്യുന്ന എല്ലാ ജോലികളും അനായാസം ചെയ്യും. കുടുംബം വീണുപോകുമെന്ന ഘട്ടത്തിൽ വലിയച്ഛൻ ദിവാകരനാണ് ഈ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അത് ജീവിതം തന്നെ മാറ്റിമറിച്ചെന്ന് അംബിക പറയുന്നു. 22 വർഷം കഴിഞ്ഞ് ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വീട്ടിലെ പ്രയാസങ്ങൾ, മക്കളെ വളർത്താനുള്ള പ്രയാസവും ഈ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് പോകാൻ വേറെ വരുമാനമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഈ ജോലി ഞാൻ കണ്ടെത്തിയത്. വിലയേറിയ തടികൾ അല്പം പോലും പാഴാക്കാതെ ഉരുപ്പടികളാക്കുന്നതിൽ സമർത്ഥയാണ് അംബിക. മില്ലിലേക്ക് തടികളുമായി കൂടുതൽ പേർ എത്തുന്നതിലും ഈ മികവിൻ്റെ പിൻബലമുണ്ട്. വെറും തടിയറപ്പ് തൊഴിലാളിയായി ഒതുങ്ങുകയല്ല അംബിക. 30 വർഷമായി പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ്. പ്രായം വെറുമൊരു അക്കമാണ് അംബിക ചേച്ചിക്ക്. ജീവിതം എപ്പോഴും വെരി വെരി സ്പെഷ്യലും. മനോജ് പൂക്കുട്ടൻ, ന്യൂസ് 18 പുനലൂർ. പാലക്കാട് അട്ടപ്പാടിയിലെ അഗളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന റോബോ എക്സ്പോ ശ്രദ്ധേയമായി. ശാസ്ത്ര സാങ്കേതിക പഠനരംഗത്ത് നൂതനാശയങ്ങൾ രൂപപ്പെടുത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുകയാണ് ലക്ഷ്യം. ശാസ്ത്ര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി സ്ഥാപിച്ച അഡൽട്ട് ടിങ്കറിംഗ് ലാബിന്റെ 1ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് പരിശീലനം സിദ്ധിച്ച 30ഓളം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റോബോ എക്സ്പോ സംഘടിപ്പിച്ചത്. അടുക്കളയിൽ പാചകവാതകം ചോർന്നാൽ മുന്നറിയിപ്പ് നൽകുന്ന ഗ്യാസ് ലീക്കേജ് സെൻസർ, ഓട്ടോമാറ്റിക് വേസ്റ്റ് ബിൻ, സ്മാർട്ട് ഗാർബേജ് സിസ്റ്റം, ഡ്രൈവറില്ലാത്ത കാറിന്റെ മാതൃക, രോഗാവസ്ഥകൾ സ്വയം കണ്ടെത്താൻ സഹായിക്കുന്ന ബയോണിക് ഹാൻഡ് സിസ്റ്റം, റഡാർ സിസ്റ്റം തുടങ്ങി 15ഓളം നൂതനാശയങ്ങളാണ്
വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചത്. ആലത്തൂരിലെ ഇൻഡസ്ട്രിയൽ റോബോട്ടിക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിദ്യാർത്ഥികൾക്ക് നൂതന സാങ്കേതിക വിദ്യയിൽ ആവശ്യമായ പരിശീലനം നൽകി വരുന്നത്. ഒരു വർഷമായി സ്കൂളിന് സ്വന്തമായുള്ള എക്കോ എന്ന റോബോട്ടിന്റെ പ്രകടനവും എക്സ്പോയെ വേറിട്ടതാക്കി. പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ ഷൈൻമോൻ മേള ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 പാലക്കാട്. ലഹരി സംഘങ്ങളുടെ ഇഷ്ട ഹബ്ബായി തൊടുപുഴ ടൗണും സമീപ മേഖലകളും. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വർഷം ഇതുവരെ ലഹരി കടത്തിയ 22 കേസുകളും 18 അബ്കാരി കേസുകളും തൊടുപുഴ റേഞ്ചിൽ മാത്രം രജിസ്റ്റർ ചെയ്തു. ലഹരി മാഫിയ വിഹരിക്കുകയാണ് തൊടുപുഴയിൽ. പോലീസും എക്സൈസും പരിശോധനകൾ ശക്തമാക്കുമ്പോഴും പുതിയ മാർഗത്തിലൂടെ വിൽപ്പനയും കടത്തും നടത്തുന്നതായാണ് സൂചന. വ്യാപാരിയുടെ മുറിയിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. മുട്ടം മലങ്കര ഡാം ഭാഗത്ത് നിന്ന് 11.3 ഗ്രാം MDMA-യുമായി 4 യുവാക്കളെ പോലീസ് പിടികൂടിയതും കഴിഞ്ഞ ദിവസമാണ്. ഇതേ ദിവസം തന്നെ വണ്ണപ്പുറത്ത് 860 മില്ലിഗ്രാം MDMA-യും 35 ഗ്രാം കഞ്ചാവുമായി 2 യുവാക്കൾ പോലീസ് പിടിയിലായി. MDMA-യും കഞ്ചാവും വിൽപ്പന നടത്തി വന്ന 3 അംഗ സംഘത്തെ വെങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രി പരിസരത്ത് നിന്ന് എക്സൈസ് പിടികൂടിയതും കഴിഞ്ഞയാഴ്ചയാണ്. ഇവർ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി കൈമാറുന്ന സംഘമാണ്. കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ തൊടുപുഴ മേഖലയിൽ പരിശോധനകൾ ശക്തമായി തുടരുന്നുണ്ട്. 2023 കേസുകൾ കൂടുതൽ രജിസ്റ്റർ ചെയ്തത് തൊടുപുഴയിലാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. 2023 കൂടുതൽ ക്വാണ്ടിറ്റിയിൽ MDMA പിടിച്ചത് തൊടുപുഴയിലാണെന്നുള്ളത് തൊടുപുഴ പോലീസിന് അഭിനന്ദനാർഹമാണ്. പതിവായിട്ട് നമ്മൾ തൊടുപുഴ മാത്രമായിട്ട് വിതരണം ചെയ്യുന്നുണ്ട്. എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇനി എറണാകുളത്ത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൻറ്റി നാർക്കോട്ടിക് ഡ്രഗ് ടീമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. MDMA പോലുള്ള സിന്തറ്റിക് ലഹരി മരുന്നുകളുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ കൂടി വരുന്നതായാണ് കണക്കുകൾ. ലഹരി മരുന്നുമായി പിടിക്കപ്പെടുന്നവരിൽ കൂടുതലും ചെറുപ്പക്കാരാണ്. ലഹരിക്കൊപ്പം കൂടുതൽ പണവും ലഭിക്കുമെന്നതാണ് യുവാക്കളെ പ്രധാനമായും ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഈ വർഷം ഇതുവരെ കഞ്ചാവ്, ലഹരിമരുന്ന് എന്നിവയുമായി ബന്ധപ്പെട്ട് 22 കേസുകളും 18 അബ്കാരി കേസുകളും തൊടുപുഴ റേഞ്ചിൽ മാത്രം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. കാർഷിക കേരളം. ഓറഞ്ച് നിറത്തിലുള്ള ചക്കച്ചുള കൗതുകമാകുന്നു. കൊല്ലം കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത സിന്ദൂർ ജാക്ക് എന്ന വരിക്കച്ചക്കയ്ക്കാണ് പ്രിയമേറുന്നത്. 20 വർഷത്തെ ഗവേഷണത്തിലൂടെ പുറത്തിറക്കിയ പ്ലാവാണ് സിന്ദൂർ വരിക്ക. വർഷത്തിൽ 2 തവണ കായ്ഫലം തരും. ചക്കച്ചുളകൾക്ക് ചുവപ്പ് നിറമാണ്. ബഡ്ഡിങ്ങിലൂടെ വിൽക്കുന്ന തൈകൾ വാങ്ങാൻ ഉത്തര കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ എത്താറുണ്ടെന്ന് അധികൃതർ പറയുന്നു. നാടൻ ഇനമായ ചെമ്പരത്തി വരിക്കയിൽ നിന്ന് ശുദ്ധനിർദ്ധാരണം വഴി പുറത്തിറക്കിയ ഇനമാണിത്. ഇത് കർഷകർക്കെല്ലാം വളരെ ഡിമാൻഡുള്ള ഒരു ഇനമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കർഷകർ ഇതിൻ്റെ തൈ ചോദിച്ചു വരുന്നുണ്ട്. ഒരു വർഷം നമ്മൾ ഏകദേശം 25,000 തൈ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തു വരുന്നുണ്ട്. നല്ല സൂര്യപ്രകാശവും വളപ്രയോഗവും നടത്തി വളർത്തിയെടുത്താൽ 3 വർഷത്തിനുള്ളിൽ സിന്ദൂർ ജാക്ക് നല്ല കായ്ഫലം നൽകുമെന്ന് ഗവേഷകർ പറയുന്നു. ഒരു സീസണിൽ 25ഓളം ചക്കകൾ ലഭിക്കും. 1 കോടി ബലവൃക്ഷത്തൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ കൃഷിഭവനുകൾ വഴിയും സിന്ദൂർ ജാക്ക് വിതരണം ചെയ്തു വരുന്നുണ്ട്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി ആനയിറങ്കൽ അണക്കെട്ട് തുറന്നതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. പന്നിയാറിൽ പവർ ഹൌസിൽ വൈദ്യുതോൽപാദനം പ്രതിസന്ധിയിലായതോടെയാണ് അണക്കെട്ട് തുറന്ന വെള്ളം പുറത്തേക്കൊഴുക്കിയത്. വേനൽക്കാലത്ത് ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തി നിറഞ്ഞൊഴുകുന്ന സംസ്ഥാനത്തെ ഏക ജലാശയമാണ് ആനയിറങ്ങൽ. പൊന്മുടി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പന്നിയാർ പവർ ഹൌസിൽ വൈദ്യുതി ഉൽപാദനം പ്രതിസന്ധിയിലായി. ഇതോടെയാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്ന് വെള്ളം പുറത്തേക്കൊഴുക്കിയത്. സ്ലൂയിസ് ഗേറ്റ് തുറന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് പന്നിയാറിലൂടെ വെള്ളം പുറത്തേക്കൊഴുക്കുന്നത്. പൊന്മുടി ഡാമിൽ വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ ആനയിറങ്കൽ ഡാം അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഡാമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ മഴക്കാലത്ത് സ്റ്റോർ ചെയ്യുന്ന വെള്ളം വേനൽക്കാലത്ത് പൊന്മുടി ഡാമിൽ വെള്ളം കുറയുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് സപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഇടുക്കിയുടെ വിവിധ പ്രദേശങ്ങൾ കടുത്ത വരൾച്ച നേരിടുകയാണ്. ആനയിറങ്കൽ അണക്കെട്ട് തുറന്നതോടെ കുടിവെള്ളത്തിന് പന്നിയാർ പുഴയെ ആശ്രയിക്കുന്ന 5 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വേനൽക്കാലത്ത് വലിയ ആശ്വാസമാകും. ന്യൂസ് 18 ഇടുക്കി.
സംസ്ഥാനത്തെ അണക്കെട്ടുകളിലും പുഴകളിലും അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതിന് നടപടി. അടിഞ്ഞുകൂടിയ എക്കലും മണ്ണും നീക്കം ചെയ്യുമെന്ന് പ്രളയ നിയന്ത്രണത്തിന്റെ ഭാഗമാണ് നടപടിയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മഹാപ്രളയത്തെ തുടർന്ന് അണക്കെട്ടുകളിലേക്ക് വലിയ തോതിൽ മണലും ചെളിയും അടിഞ്ഞുകൂടിയിരുന്നു. ഇത് പുഴകളുടെയും അണക്കെട്ടുകളുടെയും ആഴം കുറയുന്നതിന് കാരണമായി. ചെറിയ മഴയിൽ പോലും അണക്കെട്ടുകൾ വേഗം നിറയും. സംഭരണശേഷി കുറഞ്ഞത് വെള്ളപ്പൊക്കത്തിനും ഇടയാക്കി. പ്രളയത്തിനു ശേഷം ഇത്തരം മണലുകൾ നീക്കം ചെയ്യുന്നതിന് ബജറ്റിൽ തുക വകയിരുത്തിയെങ്കിലും നടപടി തുടങ്ങിയിരുന്നില്ല. മണൽ നീക്കം ചെയ്യാത്തത് ക്വാറി മാഫിയയെ സഹായിക്കാനാണെന്ന ആരോപണവും ഉയർന്നിരുന്നു. എക്കലും മണലും നീക്കം ചെയ്യുന്നത് പ്രളയ നിയന്ത്രണത്തിന്റെ ഭാഗമാണെന്നും ഇത് കുട്ടനാടടക്കം പ്രായോഗികമായി നടപ്പാക്കിയെന്നും മന്ത്രി പറയുന്നു. ഈ എക്കലും ചെളിയെല്ലാം എടുത്തു മാറ്റണം. എന്തിനാന്ന് ചോദിച്ചാൽ പ്രളയ നിയന്ത്രണത്തിന് വേണ്ടിയാണ്. ഇപ്പം കുട്ടനാട് പോലുള്ള പ്രദേശത്തേക്ക് ഇപ്രാവശ്യം എന്തുകൊണ്ടാണ് വെള്ളം പൊങ്ങാത്തത്? തോട്ടപ്പള്ളി സ്പിൽവേയിൽ കൂടി പോയിരുന്നത് 1600 ക്യൂസെക്സ് വാട്ടർ പോകേണ്ടടുത്ത് ഒരു 600 ക്യൂസെക്സ് വാട്ടറാണ് എന്ന് പറഞ്ഞാൽ 48,000 ലിറ്റർ പെർ സെക്കൻഡ് ഡിസ്ചാർജ് ചെയ്യേണ്ട സ്ഥലത്തോടെ 16,000 ലിറ്റർ വെള്ളമേ പോകുള്ളൂ എന്ന് വന്നാൽ അവിടെ സ്വാഭാവികമായ ഫ്ലഡ് ഉണ്ടാവും. ഞങ്ങൾ ആ വിത്തും ഡെപ്തും എല്ലാം ക്ലിയർ ചെയ്ത് ഈ വെള്ളത്തിന് ഒഴുകാനുള്ള സാധ്യതകൾ കൊടുത്തപ്പോൾ ഇപ്രാവശ്യം കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായില്ല. വർഷങ്ങളായി അടിഞ്ഞുകൂടി കിടക്കുന്ന മണൽ നീക്കം ചെയ്യുന്നതിലൂടെ മണൽ ക്ഷാമത്തിന് പരിഹാരം കാണാൻ സാധിക്കും. സർക്കാരിന് വൻതുക വരുമാനവും ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് തൃക്കരിപ്പൂർ KMK കലാസമിതിയുടെ നാടകം ഖസാക്കിന്റെ ഇതിഹാസം വീണ്ടും അരങ്ങിലേക്ക്. OV വിജയന്റെ നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയ നാടകം പ്രേക്ഷകരുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് അരങ്ങിലെത്തിക്കുന്നത്. മൺമറഞ്ഞുപോയ പൂർവികർ പഴയ കഥകളുമായി ഖസാക്കിന്റെ മണ്ണിലേക്ക് തിരികെ എത്തുന്നതോടെയാണ് നാടകം ആരംഭിക്കുന്നത്. കൂരിരുട്ടിനെ വകഞ്ഞുമാറ്റി ചൂട്ട് തെളിയിച്ച് കൂമൻകാവും ചെതലിമലയും അറബിക്കുളവുമൊക്കെ താണ്ടിയെത്തുന്ന ഒരുപറ്റം കഥാപാത്രങ്ങളും അവരുടെ യാത്രയ്ക്കുതകുന്ന സംഗീതവും രംഗസംവിധാനങ്ങളും. എന്താ തളർന്നോ? ഇല്ല, എന്തോ നിരീച്ചിരുന്നു. കുട്ടാടൻ പൂജാരി, ഖാലിയാർ, ശിവരാമൻ പിള്ള, മൈമൂന, രവിമാസ്റ്റർ, അപ്പുക്കിളി, അള്ളാപ്പിച്ച മൊല്ലാക്ക, കുപ്പുവച്ചൻ, ആബിദ എന്നീ കഥാപാത്രങ്ങളെല്ലാം അരങ്ങിലെത്തും. അക്ഷരങ്ങളിലൂടെ അറിഞ്ഞ കഥാപാത്രങ്ങളെ അരങ്ങിൽ കാണാനാകുന്നതിന്റെ കൗതുകത്തിലാണ് പ്രേക്ഷകർ. സംവിധായകൻ ദീപൻ ശിവരാമനാണ് നാടകം അണിയിച്ചൊരുക്കിയത്. 3 ദിവസം തുടർച്ചയായി തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ ആലംവളപ്പിലാണ് നാടകം അവതരിപ്പിക്കുന്നത്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. മികച്ച സംരംഭകരാണ് നൈസിയും അഞ്ജുവും. ഇടുക്കി സ്വദേശികളായ ഇവരുടെ കരവിരുതിൽ തീർത്ത നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. ആ ഉൽപ്പന്നങ്ങൾ കണ്ടുവരാം. പഴമ്പിള്ളിച്ചാലിൽ സ്വദേശിയായ നൈസിയുടെ കരവിരുതിലാണ് ഈ എംബ്രോയിഡറി ചിത്രങ്ങൾ രൂപപ്പെട്ടത്. നൂലിൽ കോർത്തെടുത്ത മനോഹര ചിത്രങ്ങൾ ആരുടെയും മനസ്സ് കീഴടക്കും. ഒഴിവു സമയം ഒട്ടും പാഴാക്കാതെയാണ് ഇവർ ചിത്രങ്ങൾ രൂപപ്പെടുത്തുന്നത്. സ്വയം പഠിച്ചെടുത്ത തയ്യൽ മികച്ച തൊഴിൽ സാധ്യതയാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഈ രംഗത്ത് സജീവമായത്. ഒരു ചിത്രം ഒരാൾ വാങ്ങിയതോടെ കൂടുതൽ നിർമ്മിക്കാൻ പ്രേരണയായി. ഓരോ വർക്കിനും 1000 രൂപ മുതൽ 10,000 രൂപ വരെ ലഭിക്കുന്നുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഈ മേഖല വലിയ സാധ്യതയാണെന്ന് നൈസി പറയുന്നു. ഞാനൊരു 2-3 വർഷം മുമ്പ് ഈ ചെയ്യുമായിരുന്നു. എങ്കിൽ പോലും തയ്യലിന്റെ ബേസിക് ഞാൻ പഠിച്ചിട്ടില്ല. അതിപ്പോൾ നമ്മുടെ JSSന്റെ നേതൃത്വത്തിൽ മധുസാറിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് തയ്യലിന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അതിനു മുമ്പ് ഞാൻ ഉടുപ്പുകളും ഫ്രോക്കുകളൊക്കെ തയ്ച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തോപ്രാംകുടി സ്വദേശിയായ അഞ്ജു അലക്സിന് തുണി നെയ്ത് നൽകാനാണ് താല്പര്യം. ചെറുപ്പം മുതൽ എംബ്രോയിഡറി വർക്കിനോടും ഇഷ്ടമുണ്ട്. കുട്ടി ഉടുപ്പുകള്, ഫ്രോക്കുകള്, പിന്നെ നമ്മുടെ പാവാട, സ്കേർട്ട് ആൻഡ് ബ്ലൗസുകള് അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എംബ്രോയിഡറി ഒക്കെ ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിൽ നിന്നും എത്തിച്ച തയ്യൽ മെഷീനിലായിരുന്നു തുടക്കം. ഈ മേഖലയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തി വിപണിയിൽ സ്വന്തം ഇടം രൂപപ്പെടുത്താനാണ് അഞ്ജുവിന്റെ ആഗ്രഹം. ന്യൂസ് 18 ഇടുക്കി. എറണാകുളം കോതമംഗലത്ത് KSRTCയുടെ ആധുനിക ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. 2,35,00,000 രൂപ ചെലവഴിച്ചാണ് ടെർമിനൽ നിർമ്മിക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊല്ലം കൊട്ടാരക്കര പള്ളിക്കൽ ദേവീക്ഷേത്രത്തിൽ ഇക്കുറിയും ആഘോഷപൂർവ്വം പടയണി നടന്നു. ഇലന്തൂർ പടയണി സംഘമാണ് ഭക്തി നിറവിൽ കോലങ്ങൾ കെട്ടിയാടിയത്.
കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ അനേകം കോലങ്ങൾ, തപ്പ്, കൈമണി, ചെണ്ട തുടങ്ങിയ വാദ്യങ്ങളുടെ ശബ്ദമേളങ്ങളുടെയും അകമ്പടി, തീച്ചൂട്ടുകളുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളിയുറഞ്ഞ് പടയണി. പത്തനംതിട്ട ഇലന്തൂർ ദിലീപും സംഘവുമാണ് 7 വർഷമായി ക്ഷേത്രത്തിൽ പടയണി അവതരിപ്പിക്കുന്നത്. കലിയടങ്ങാതെ നിന്ന ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശിവന്റെ ഭൂതഗണങ്ങൾ അമ്മയുടെ വിവിധ രൂപങ്ങൾ പച്ചപ്പാളയിൽ ആലേഖനം ചെയ്തുകൊണ്ട് അമ്മയുടെ മുമ്പിൽ അതൊക്കെ മുഖത്തൊക്കെ വെച്ച് കെട്ടി തുള്ളി ആടുകയും പാടുകയും ഒക്കെ ചെയ്തപ്പോൾ അമ്മയുടെ കോപം ശമിച്ചുവെന്നും അങ്ങനെ അമ്മയുടെ കോപം അടങ്ങി അമ്മ സന്തോഷവതി ആയി തീരുകയും ചെയ്തു എന്നതാണ്. ഗണപതിക്കോലം, യക്ഷിക്കോലം, പക്ഷിക്കോലം, മാടൻകോലം, കാലൻകോലം തുടങ്ങി നിരവധി പടയണിക്കോലങ്ങളാണ് കെട്ടിയാടിയത്. ഏതാണ്ട് ഒരു 30ഓളം കലാകാരന്മാരുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങൾ മുമ്പ് തന്നെ ഞങ്ങളുടെ കലാകാരന്മാരിവിടെ കോലം രചിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ കഴിഞ്ഞ പകലും ഒരു രാത്രിയും ഇന്നൊരു പകലുമായിട്ടാണ് ഈ കോലങ്ങളെല്ലാം രചിച്ച് എഴുതിയിട്ടുള്ളത്. മധ്യ തിരുവിതാംകൂറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടത്തിവരാറുള്ള അനുഷ്ഠാന കലാരൂപമാണ് പടയണി. ദാരികനെ വധിച്ചിട്ടും കോപം തീരാതിരുന്ന കാളിയെ ശമിപ്പിക്കാൻ ശിവനിർദ്ദേശത്താൽ ഭൂതഗണങ്ങൾ കോലം കെട്ടിത്തുള്ളിയതിന്റെ സ്മരണയാണ് ഈ കലാരൂപമെന്നാണ് ഐതിഹ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. പത്തനംതിട്ട ഇളകൊള്ളൂരിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ബസ് നിയന്ത്രണം വിട്ട കെട്ടിടത്തിലേക്ക് പാഞ്ഞു കയറി. ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. വിശദാംശങ്ങളുമായി ശശിനാരായണൻ ചേർന്നു. ശശിനാരായണൻ, എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? യാത്രക്കാരുടെയൊക്കെ ആരോഗ്യനില എപ്രകാരമാണ്? വിശദാംശങ്ങൾ. അല്പം മുമ്പാണ് KSRTC ബസ് നിയന്ത്രണപ്പെട്ട എതിരെ വന്ന വാൻ ഒരു സൈലർ കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. സമീപത്തെ പള്ളിയിലേക്ക് കിഴവള്ളൂർ ജംഗ്ഷൻ സമയമാണ്. കോന്നിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് വരുന്ന കിഴവള്ളൂർ പള്ളിപ്പടിക്ക് സമയമാണ് ഈ അപകടമുണ്ടായത്. ബസ് പള്ളിയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 KSRTC ബസ്സിനകത്തും ഒപ്പം ഈ സൈലോ വാഹനത്തിൽ സഞ്ചരിച്ച ആളുകൾക്ക് ഗുരുതരമായ പരിക്കുണ്ട്. ഇവരെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്കും കോഴഞ്ചേരിയിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. സൈലോ കാർ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. KSRTCക്ക് വലിയ രീതിയിലുള്ള അപകടം പറ്റിയിട്ടുണ്ട്. ഈ 2 വാഹനത്തിലും ഉണ്ടായിരുന്ന ആളുകൾക്ക് നിരവധി പരിക്കുണ്ട്. അത് എത്ര പേരാണെന്നുള്ള കൃത്യമായ ഒരു കണക്ക് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ പരിക്ക് പറ്റിയവരെ, ഗുരുതര പരിക്ക് പറ്റിയവരെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലും ഒപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ബസ് അമിത വേഗതയിലായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു. എതിരെ വന്ന കാറ് നിയന്ത്രണം വിട്ട് ബസ്സിനെ ഇടിക്കൊപ്പം ഈ ബസ് തൊട്ടടുത്ത പള്ളിയിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തിട്ടുണ്ട്. പള്ളിയുടെ മുകൾ ഭാഗത്ത് നടന്ന് ബസ്സിന് മുകളിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. എത്ര പേർക്കാണ് ഇതിൽ പരിക്ക് പറ്റിയെന്നുള്ള ഒരു വിവരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പരിക്ക് പറ്റിയ ആളുകളെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ശശിനാരായണൻ, ബസ് നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് പാഞ്ഞു കയറി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ കെട്ടിടത്തിലൊക്കെ ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നോ? എന്തായിരുന്നു സാഹചര്യം? നിയന്ത്രണപ്പെട്ട ബസ് ഇത്തരത്തിൽ പാഞ്ഞു കയറി എന്നുള്ള വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. എന്തായാലും ഈ കെട്ടിടത്തിലൊക്കെ ആളുകളുണ്ട്. പക്ഷെ എത്ര പേർക്കാണ് അപകടം പറ്റിയെന്നുള്ള കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭിക്കുന്നേ ഉള്ളൂ. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. എതിരെ വന്ന കാറും പൂർണ്ണമായ രീതിയിൽ തകരുകയുണ്ടായി. ഈ വാഹനത്തിലുണ്ടായിരുന്ന ബസ്സിനകത്തുള്ള ആളുകൾക്കും ഒപ്പം ഈ കാറിൽ സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്കുമാണ് ഇപ്പോൾ പരിക്ക് പറ്റിയിരിക്കുന്നത്. ഇവരുടെ പരിക്ക് വളരെ ഗുരുതരമാണ്. അത്തരം കാര്യങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എന്നാൽ എത്ര പേർക്കാണെന്നുള്ള ഒരു വിവരം കൂടി ഇനി ലഭിക്കുന്നുള്ളൂ. എന്തായാലും പരിക്ക് പറ്റിയവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ പത്തനംതിട്ട കോന്നി റോഡിലെ കിഴവള്ളൂർ സമീപം ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ശശിനാരായണൻ. പത്തനംതിട്ട ഇളകൊള്ളൂരിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ടു. ബസ് നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു ഉണ്ടായിരുന്നത്. ബസ് യാത്രക്കാർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് വരും നിമിഷങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. വിശദാംശങ്ങളായിരുന്നു ശശിനാരായണൻ നൽകിയത്. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.